ഈ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും സൈലന്റ് മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അൻസിബയാണെന്ന്. അത് അൻസിബ തന്നെയാണ്. കാരണം പല ഗെയിമേഴ്സും അല്ലെങ്കിൽ പല മത്സരാർത്ഥികളും ഈ വഴക്കുകളിലൂടെയും തർക്കങ്ങളിലൂടെയൊക്കെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഈ അൻസിബ മാത്രം വളരെ നിശബ്ദമായിട്ടാണ് ഇത്രയും ദിവസം ഏകദേശം ഈ 70 ദിവസങ്ങളോളം മുന്നോട്ട് പോയത്. പക്ഷെ ഈ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഒരുപാട് വഴക്കുകളുടെയും തർക്കങ്ങളുടെയും പിന്നിൽ ട്രിഗറായിട്ട് പ്രവർത്തിച്ചത് അൻസിബയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഫൈനൽ 5 പോലും എത്താതെ അൻസിബ ഈ 70-ാം ദിവസം പുറത്തേക്ക് പോകുന്നത്? ഈ അൻസിബ പുറത്തു പോകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ പ്ലാനിങ് ഇല്ലാതെ വന്നൊരു പ്രധാന മത്സരാർത്ഥിയായിരിക്കും അൻസിബ. ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയിട്ട് ഈ ആദ്യ വീക്കിലൊക്കെ വളരെ സൈലന്റ് ആയിട്ടാണ് അൻസിബ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആദ്യ വീക്കുകളിൽ ഈ മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന മോഹൻലാൽ അടക്കം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോഴും മത്സരാർത്ഥികൾ കൂടെയുള്ള മത്സരാർത്ഥികളോടും മോഹൻലാലിനോടക്കം ഈ അൻസിബ പറയുന്നത് ഈ താനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, തനിക്ക് എങ്ങനെയാ ഗെയിം കളിക്കേണ്ടത് അറിയില്ല എന്നാണ്. ഇതുവരെയുള്ള ഈ ഒരു 70 ദിവസത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പകുതി ദിവസം അൻസിബ വളരെ സൈലന്റ് ആയിട്ടാണ് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പല ഗെയിമുകളിലും തനിക്ക് കഴിയാവുന്നിടത്തോളം കളിക്കാൻ നോക്കുകയല്ലാതെ ഇതുവരെ ഒരു വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അൻസിബയ്ക്ക് സാധിച്ചിട്ടില്ല. ക്യാപ്റ്റൻ ടാസ്കിൽ പോലും അൻസിബയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യവും പ്രധാനമാണ്. പിന്നെ അൻസിബയ്ക്ക് ആകെ ചെയ്യാൻ അറിയുന്നതും അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കൊണ്ടും ആകെ നല്ലത് പറയിപ്പിച്ചിട്ടുള്ളത് അടുക്കള ജോലിയിലും വീട്ടുജോലികളും എടുത്തിട്ടാണ്. ഈ വീട്ടുജോലിയും അടുക്കള ജോലിയും എടുത്ത് മുന്നോട്ട് പോകാനുള്ളതല്ലോ ഈ ബിഗ് ബോസ് വീട്. അതിൽ അതിൻ്റെതായ ഗെയിം സ്ട്രാറ്റജിയും ഒക്കെ വേണം. അതുകൊണ്ടായിരിക്കാം മേ ബി അൻസിബ പുറത്തു പോയത്. ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് ഒരുപാട് അപരിചിതർ ചേർന്ന് അല്ലെങ്കിൽ 15-20 അപരിചിതർ 100 ദിവസം നിന്ന് അവരുടെ ഗെയിമുകളും വഴക്കുകളും അവരുടെ ജീവിതവും ഒരു 24 മണിക്കൂർ ക്യാമറയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ജീവിതമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗെയിമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിബന്ധനകളെല്ലാം അറിഞ്ഞു വരുന്ന ഒരു മത്സരാർത്ഥി തൻ്റെ ഉറ്റവരെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഓഡിയൻസിന്റെ മുന്നിൽ വന്നിട്ടുണ്ടാവും. അതായിരിക്കും അൻസിബയെ പ്രേക്ഷകർ പ്രധാനമായിട്ടും കൈവിടാനുള്ള ഒരു കാരണമായത്. ഈ സീസൺ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു പോകണം, തനിക്ക് മടുത്തു എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് അൻസിബ. ഇങ്ങനെ സൈലന്റ് ആയിട്ട് കളിച്ചു പോയിരുന്ന അൻസിബയെ മറ്റൊരു അഭിപ്രായത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന സിബിനായിരുന്നു. അൻസിബ സൈലന്റ് ആയിട്ട് മറ്റൊരു രാജതന്ത്രം മെനയുന്നുമായിരുന്നു സിബിൻ അന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് കൂടെയുള്ള മത്സരാർത്ഥികൾ അൻസിബേനെ അങ്ങനെ ഒരു കണ്ണോടുകൂടെ കാണാൻ തുടങ്ങിയത്. പക്ഷെ അന്ന് സിബിൻ ഉദ്ദേശിച്ചത് ഋഷിയുമായിട്ട് മാത്രം അൻസിബ സൗഹൃദ ബന്ധത്തിലാകുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ആ ഒരു കാര്യം പുറത്തു പറയാൻ അൻസിബ തയ്യാറായതുമില്ല. അത് പ്രേക്ഷകർക്കും കൂടെയുള്ള മത്സരാർത്ഥികൾക്കും അങ്ങനെ സൈലന്റ് ആയിട്ട് ഉള്ളിലൂടെ കളിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുത്തിച്ചിട്ടുണ്ട്. പിന്നീട് അൻസിബ മെല്ലെ മാറി തുടങ്ങിയിരുന്നു. അതായത് സീസണിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ അൻസിബ സൈലന്റ് ഗെയിമിങ്ങിൽ നിന്ന് മാറി മുന്നോട്ട് വരുന്നു, പവർ ടീമിൽ എത്തുന്നു, പവർ ടീമിന്റെ ക്യാപ്റ്റനായി ഋഷി എത്തുന്നു. അവർ രണ്ടുപേരും ഗെയിം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഗസ്റ്റായിട്ട് സാബുമോനും ശ്വേതാമേനും എത്തുന്നത്. അവർ രണ്ടുപേരും ഗെയിം നന്നായിട്ട് മാറ്റിമറിച്ചു, ഗെയിമിംഗ് രീതികൾ മാറ്റിമറിച്ചു. അതിനുശേഷം ഒരു ഹോട്ടൽ ടീമിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ടാസ്കിലേക്ക് അൻസിബയും ഋഷി എത്തുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പണി വാങ്ങിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടാസ്ക് കിട്ടിയതും അൻസിബയ്ക്കും ഋഷിക്കായിരുന്നു. ഈ ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ച് ഈ വിട്ടുകൊടുക്കുന്ന മനോഭാവം ആരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുണക്കില്ല. അതിനുള്ളൊരു മികച്ച ഉദാഹരണം തന്നെയാണ് ഈ അൻസിബ. ഈ പലപ്പോഴും ഗെയിമുകളിൽ ആഗ്രഹത്തോടെ കാണുക അല്ലെങ്കിൽ അർദ്ധ മനസ്സോടെ ഗെയിമുകൾ കളിച്ച് ജയിക്കണം എന്നുള്ള ഒരു ആവശ്യകത അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാതെയാണ് അൻസിബ പലപ്പോഴും ഗെയിം കളിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഓഡിയൻസിന്റെ അടുത്തും കൂടെയുള്ള മത്സരാർത്ഥികളുടെ ഇടയിലും അൻസിബ ഉണ്ടാക്കിയെടുത്തത്. ഇന്നത്തെ പുറത്താവലിലേക്ക് എത്തിച്ച നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് നോറയെ സേഫ് ആക്കിയത് അൻസിബയായിരുന്നു. ഈ 2 പേരെ വീതം കൺഫെഷൻ റൂമിലേക്ക് എത്തിച്ച് ഒരാളെ നോമിനേറ്റ് ചെയ്യുക എന്നതായിരുന്നു ബിഗ് ബോസ് നൽകിയ ടാസ്ക്. തീരുമാനത്തിൽ എത്താനായില്ലെങ്കിൽ 2 പേരും നോമിനേഷനിൽ ഇടം പിടിക്കുമായിരുന്നു. അൻസിബ മാത്രമാണ് എതിർപ്പൊന്നും കൂടാതെ ഒപ്പമുള്ള മത്സരാർത്ഥിയെ സേഫ് ആക്കിയ ഒരേ ഒരു മത്സരാർത്ഥി. ബിഗ് ബോസിൽ ഉപയോഗപ്പെടുത്താത്ത ഓരോ അവസരത്തിലും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതിനുള്ളൊരു തെളിവാണ് ഇന്ന് അൻസിബ പുറത്തായത്. ഈ 70 ദിവസത്തിന്റെ ഇടയ്ക്ക് 8 തവണ അൻസിബ നോമിനേഷനിൽ വന്നിട്ടുണ്ടാവും. അന്ന് പുറത്താവാത്തതിനുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആവും അൻസിബ നോറയെ സേഫ് ആക്കിയത്. അതേസമയം ഒരു ഗെയിമർ എന്ന നിലയിൽ
മത്സരാർത്ഥികളും തങ്ങളുടെ ട്രാക്ക് ശരിയാണോ എന്നുള്ളൊരു ആശങ്കയുള്ള സമയത്തും അൻസിബ അതിലൊന്നും ടെൻഷൻ ആവാതെ അൻസിബയുടെ ഒരു വ്യക്തിത്വം കാണിച്ചാണ് മുന്നോട്ട് പോയത്. ഇതുവരെ പുറത്തുള്ളൊരു ഇമേജ് നഷ്ടപ്പെടുത്താനും അൻസിബ ഇതുവരെ തയ്യാറായിട്ടില്ല.